ഇടുക്കി പൂപ്പാറയിൽ വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ ജീപ്പ് സഫാരി ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഡ്രൈവറുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ഈസ്റ്റ് ജീപ്പ് സഫാരി സിൻഡിക്കേറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പൂപ്പാറ തോണ്ടിമല അക്കാതങ്കച്ചിപ്പാറ റൂട്ടിൽ സഞ്ചാരികളുമായി ജീപ്പ് സഫാരി നടത്തുന്നതിനിടെയാണ് ഡ്രൈവറിന് നേരെ ആക്രമണം ഉണ്ടായത്. യാതൊരു പ്രകോപനവുമില്ലാതെ പ്രദേശവാസി വാഹനം തടഞ്ഞു നിർത്തി മർദ്ദിച്ചുവെന്നാണ് ഈസ്റ്റ് മൂന്നാർ ജീപ്പ് സഫാരി സിൻഡിക്കേറ്റിന്റെ ആരോപണം. ഇത് റവന്യൂ ഭൂമിയാണ്. ആക്ച്വലി വന്നിട്ട് റവന്യൂ ഭൂമിയാണ്. ആ റവന്യൂ ഭൂമി എന്ന് പറയുമ്പോഴത്തേക്കും അത് പഞ്ചായത്ത് വന്നിട്ട് ഏറ്റെടുത്ത് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഒരു പെർമിഷൻ ചെയ്തിട്ടാണ് നമ്മൾ വന്നിട്ട് ആ പൈസ സംഘടിപ്പിച്ച് നമ്മൾ കൊടുക്കുകയും അതിന് പിന്നിലാണ് അനുവാദം നമുക്ക് തരികയും ചെയ്തത്. എന്നിട്ടാണ് നമ്മൾ ഈ ജീപ്പ് സവാരി നമ്മൾ അറേഞ്ച് ചെയ്ത് നമ്മൾ പിന്നീട് ഓടാൻ തുടങ്ങിയത്. ഇദ്ദേഹം ആ വഴിക്ക് പോകുമ്പോഴത്തേക്ക് ഈ കല്ലുകളൊക്കെ ആ പറമ്പിലേക്ക് വീഴുകയാണ്. നിങ്ങൾ തന്നെയാണ് ഈ എൻ്റെ പറമ്പിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇത് ആദ്യം തുടങ്ങിയത്. അപ്പോൾ പിന്നീട് വന്ന് പറയുന്നത് ഈ സ്പോട്ടിലേക്ക് 10 പേരടങ്ങുന്ന ഒരു ജീപ്പിലാണ് നിങ്ങൾ എപ്പോഴും പോകുന്നത് എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് 6 പേരെ ചേട്ടാ ഉള്ളൂ, ഇതിൻ്റെ അകത്ത് 10 പേരെ കയറ്റാനുള്ള ഇതില്ല എന്ന് പറഞ്ഞപ്പോൾ നീ എന്തിനാണ് തിരിച്ച് ഈ കാര്യങ്ങൾ എന്നോട് വന്നിട്ട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങനെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. സംഭവത്തിന് പിന്നാലെ സിൻഡിക്കേറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആശിഷ്, സെക്രട്ടറി മണികണ്ഠൻ, ട്രഷറർ അമൽ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഭാരവാഹികളും ഡ്രൈവർമാരും ശാന്തമ്പാറ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പരിക്കേറ്റ നീച്ചനെ രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ നൽകി. മലയോര വിനോദസഞ്ചാര മേഖലയിലെ ഡ്രൈവർമാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഭയരഹിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യമൊരുക്കണമെന്നും സിൻഡിക്കേറ്റ് ആവശ്യപ്പെട്ടു. ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള ശക്തമായ സമരപരിപാടികളിലേക്ക് കിടക്കുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.